ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് ആദ്യം പറയട്ടെ, ഇത് സാരിയുണ്ടല്ലോ, ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. ഞാനിന്ന് ഉടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉടുത്തൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കൊള്ളാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണെന്ന് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. അതായത് വാക്കിന് നെറിയില്ലാത്ത, അതായത് ഇനി രേണുസുധിയുടെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യില്ല, നിർത്തി, മതിയാക്കി എന്ന് പറഞ്ഞ് വിട്ട ഒരാൾ രേണുസുധിയുടെ വീഡിയോ എടുത്തു വെച്ച് വീണ്ടും അലക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാരാണെന്നറിയണ്ടേ? കാണിച്ചു തരാം. എനിക്ക് കട്ട് ചെയ്ത് ഇടാൻ ഒരു താല്പര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം. രേണുസുധിയുടെ ബാർ ഡാൻസ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം. സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ വിട്ട് വേണ്ട കോട്ടപ്പുല്ല് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട കണ്ടല്ല. പിന്നെയും വേണ്ട പോട്ട് പുല്ല് എന്നും പറഞ്ഞു വിട്ട കണ്ടന്റ്. അതിലെ എന്നെ വിടല്ലേ എന്ന് പറഞ്ഞ് നിന്റെ പുറകിലൂടെ ഓടി വന്ന അല്ല, വിട്ട കണ്ടന്റ് പിന്നെ എടുത്ത് ചെയ്യാനുണ്ടായ റീസൺ എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. കേട്ടോ, കഷ്ടം. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ അതിലെ ഇതെന്തൊരു അഭിനയമാടാ. നിനക്കിപ്പോൾ ബോധക്ഷം വരുന്ന കണക്കാണല്ലോ നീ കിടന്ന് അഭിനയിക്കുന്നത്. നീ 100ഓളം ആൾക്കാർ നിന്നെ എടുത്തത് ചെയ്യാൻ പറഞ്ഞ് നീ ചെയ്താലെന്തോ പ്രയോജനം? നീ ചെയ്താൽ എന്ത് പ്രയോജനം? നീ ചെയ്താലെന്താ ലോകം അങ്ങ് നന്നാവാൻ പോണാ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ നീ നന്നായാനല്ലേ ബാക്കി. അത് നിൻ്റെ വായിലെ സംസാരം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. അതിൽ എല്ലാവരും ചെയ്യുന്നു, അവർക്കൊക്കെ നല്ല റീച്ചുണ്ടടാ. ഇപ്പോഴത്തെ ആ ട്രെൻഡിങ്ങും ആയി വന്ന് നിൽക്കുന്ന ആ ഒരു ക്യാപ്ഷൻ എടുത്തു ചെയ്യടാ എന്നായിരിക്കും പറഞ്ഞത്. പിന്നെ അവസാനത്തെ ആഗ്രഹമാണോ? എന്നിട്ടെന്താ? അതാടാ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കിന് ഒരു വ്യക്തിത്വം വേണം, അതിനൊരു സ്ട്രോങ് വേണം. നമ്മൾ ചെയ്യുന്നില്ല, പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി ദൈവം തരുമ്പം എന്ന് പറഞ്ഞാലും വേണ്ട എന്നേ വെക്കത്തുള്ളൂ. അത് വ്യക്തികൾക്കുള്ളതാണ് കേട്ടോ. അതായത് വ്യക്തിത്വമുള്ള വ്യക്തികൾക്കാണ് ആ വാക്ക് പാലിക്കുക എന്നുള്ളത്. ഏത് പോയിന്റിൽ റെലവൻ്റ് ആയാലും നീ ഇട്ട ക്യാപ്ഷൻ ഇച്ചിരി കൂടിപ്പോയി മോനെ. രേണു ദുബായിൽ ബാർ ഡാൻസ്, പോലീസ് കയ്യോടെ പൊക്കി. എന്തോ പൊക്കി? എവിടെ പൊക്കി? പറയുന്നതിനൊരു നാണോമാനം വേണ്ടേ? അതായത് രേണുസുധി ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എന്റെ മക്കളെ അയ്യോ, എന്തൊരു അഭിനയോടെ, എന്തൊരഭിനയം. നിനക്ക് ഓസ്കർ അവാർഡ് കിട്ടും. അടുത്ത ദിവസം മുതൽ റീൽ ഷൂട്ട്, തിരക്ക്, പിന്നെ മക്കളെ കാണാൻ വയ്യ. ഇപ്പൊ ദുബായ്. അത് നിന്റെ തോന്നല. രേണുസുധി വന്ന അടുത്ത ദിവസം മുതൽ പോയിരുന്നു. അവള് ഫുള്ള് ഒരാഴ്ച വീട്ടിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം തന്നെയാണ് വർക്കിന് പോയത്. പിന്നെ വർക്കിന് പോയില്ലെങ്കിൽ പിന്നെ ജീവിക്കണ്ടേടാ. അങ്ങനെ മക്കളെ കാണാൻ പോയി. നീ അവളെ വെച്ച് നല്ല മുതലുണ്ടാക്കുന്നുണ്ട്, നീ വല്ലതും കൊണ്ട് കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ അവള് ജീവിക്കണമെങ്കിൽ അവള് തന്നെ ഇറങ്ങിയേ പറ്റൂ. ഇവിടെ എല്ലാം പോകുമ്പോൾ മക്കളെ കാണാതെ ഈ പറഞ്ഞ ട്രൂമയിലോട്ട് പോകൂലേ? അന്ന് ട്രോമയിൽ പോകണമെന്നല്ല. എടാ, ഡ്രോമ ആയാലും ബിഗ് ബോസിൽ നിൽക്കുന്ന കണക്കാണോ? വേറുള്ള സ്ഥലങ്ങളിൽ ഒരു 10 ദിവസം നിന്നാൽ തന്നെ ഡെയിലി വീഡിയോ കോൾ വിളിക്കാം, കോൾ ചെയ്ത് സംസാരിക്കാം. നിനക്കൊന്നും അത്രയ്ക്ക് വിവരം ബുദ്ധിയൊന്നും ഇല്ലേ? എൻ്റെ പൊന്നെ. പിന്നെ മക്കളെ കാണാൻ വയ്യ. ഇപ്പൊ ദുബായിലും ഷൂട്ട്. അങ്ങനെ മക്കളെ കാണാൻ വയ്യ. നല്ല അസൂയുണ്ടല്ലോ. മക്കളെ കാണാതെ ഈ പറഞ്ഞ ട്രൂമയിലോട്ട് പോകൂലേ? അന്ന് ട്രോമയിൽ പോകണമെന്നല്ലേ പറഞ്ഞ. ഇപ്പൊ ട്രൂമയിലോട്ടൊന്നും പോകുന്നില്ലേ? ഇതാണ് ഇവിടെ ഡ്രാമ. കേട്ടാ, ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇനി ഉപദേശിക്കാനൊന്നും വരുന്നില്ല, നന്നാവില്ല. പുതിയ അല്ല, ഇവിടെ ആരാണ്ടെ നിർബന്ധിച്ച കണക്കാന്നല്ലോ നിന്റെ ഈ പറച്ചില്. ഞാനൊന്നും ഉപദേശിക്കാൻ വരുന്നില്ലെന്ന്. നീ ഉപദേശിച്ചാൽ നന്നാവണമെങ്കിൽ ആദ്യം നീ നന്നാവണം, എന്നിട്ടല്ലേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്കൊരു അർഹത ഉണ്ടാകത്തുള്ളൂ. രൂപം, പുതിയൊരു കലാരൂപം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സൈഡിൽ ഇരുന്ന് കാണാം. കണ്ടല്ലോ, അയ്യോ, ഒരു രക്ഷയില്ലാത്ത ഡാൻസ്. വിചാരങ്ങൾ വിചാരിച്ചാൽ തോന്നും
എന്തുവാടെ ഇതൊക്കെ കാണിക്കുന്നതെന്ന് നിലവാരമില്ല. എടാ അതിലെ ഞാനൊരു സംശയം ചോദിച്ചിട്ടേ, ഇവിടെ കൊണ്ടുപോയവർക്കെന്ന് തലയിൽ കൂടെ വണ്ടി ഓടിയിട്ടാണ് അവളെ വെച്ച് അത് റീച്ച് ആവും എന്ന് അവർക്ക് ബോധ്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് വിസ എടുത്ത് അവളെ അയൽ രാജ്യത്തോട്ട് കൊണ്ടുപോയത്. അവളുടെ വാല്യൂ അവർക്കറിയാം. നിന്നെ പോലുള്ള ഇവിടെ കിടന്ന് കുരയ്ക്കുന്നവർക്കൊന്നും അത് മനസ്സിലാവത്തില്ല. പിന്നെ നിങ്ങൾക്ക് കിടന്ന് പറയാം, അവളെ വാല്യൂ നിങ്ങൾക്കറിയാം. കാരണം ഒരു കണ്ടന്റ് അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തോരം റീച്ച് ആവും എന്നുള്ളത് നിങ്ങൾക്കറിയാം. വെറും തരം താഴ്ന്ന് അത്രയും ശോചനീയ അവസ്ഥയിലൂടെ രേണുസുതി കടന്നു പോകുന്നത് കാണുമ്പോൾ വെറും പുച്ഛമാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും അവളോടൊരു ഇത് തോന്നിയിട്ടുള്ള പുച്ഛമല്ലാതെ നീ അത് അറിഞ്ഞിട്ടില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതില്ലേ ബാർ ഡാൻസ് എന്ന് പറഞ്ഞ് നീയൊക്കെ അങ്ങ് ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ലേ? അത് ഫാമിലി റെസ്റ്റോറൻറ്റ് കം ബാറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ആ ഫ്രണ്ട്സും അതും ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് ഡാനി നിന്നെക്കാട്ടി അന്തസ്സുണ്ടല്ലോ ആ ഡാനിക്ക്. അവനിട്ട വീഡിയോ കാണണം. അവിടെ ഫാമിലി റെസ്റ്റോറൻറ്റാണ്. മാത്രമല്ല അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം നീ ലൈവിലൊന്നും വരാൻ എന്തായിരുന്നു? ഇന്നത്തെ ലൈവിലും ഒക്കെ അവിടെ പോയി അവരെ കണ്ട ഫ്രണ്ട്സ് തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സജിന ഇന്നണക്ക് അത് ഫാമിലി റെസ്റ്റോറൻ്റാണ്, അതിനോട് ചേർന്ന് ചെറിയൊരു ബാറും ഉണ്ടെന്നേ ഉള്ളൂ, മെയിൻ അത് ഫാമിലി റെസ്റ്റോറൻറ്റ് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓ നീ പുച്ഛിച്ച നിന്റെ അല്ലെങ്കിൽ പുച്ഛമില്ലാതെ ആർക്ക് വേണം? നിലവാരമില്ലാതെ മനുഷ്യന്മാരിൽ എത്രത്തോളം തരം താഴ്ന്നു പോകാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഇത്രയും നിലവാരമില്ലാതാവാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുൽ എന്ന ബ്ലോഗർ, അതുൽ ബാബു. എടാ ഞാൻ അതല്ലേ എടുത്തു പറയുന്നത്. ഈ ബാർ ഡാൻസും പറഞ്ഞ് എന്തിനാ ഇങ്ങനെ പൊക്കി പിടിക്കുന്നേ? അത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, മനസ്സിലായില്ലേ മോനെ നിനക്ക്? ഓഹോ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ വലിയ ലോകം കണ്ട നന്മ വരെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു പേരുണ്ടായിരുന്നു. അത് നശിപ്പിച്ചു കുളിപ്പിച്ച് കിടത്തിയിട്ട് പോവുകയാണ് ബാർ ഡാൻസിലോട്ട് പോയി. നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നാളെ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ഭാവിയെ ബാധിക്കത്തില്ല. എങ്ങനെ പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പിള്ളേർ ചോദിക്കില്ലേ ബാർ ഡാൻസ് കളിച്ച് നടക്കുകയല്ലേ? അയ്യോ എൻ്റെ പൊന്നതുലേ, നീ തന്നെയാണോടാ ഈ പറയുന്നത്? നിനക്ക് അങ്ങനെയുള്ള വിചാരമൊക്കെ ഉണ്ടോ? രേണുസുതിക്ക് മക്കളുണ്ട്, നാളെ അവർ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ. അപ്പം നീയൊക്കെ എന്തുമാത്രം ഞാൻ പച്ചയ്ക്ക് പറയാം അപരാധിത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് രേണുസുതിയെക്കുറിച്ച്. അപ്പം അതൊന്നും മൃതപ്പൻ വളർന്നു കഴിഞ്ഞാൽ ആര് ചോദിക്കത്തില്ലേ? അടാ ഇന്ന കണക്ക് കുറേ ബ്ലോഗർമാരുണ്ട്, അവർ നിൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കത്തില്ലേ? ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അയ്യോ അതിലേ നിൻ്റെ വിശാല മനസ്കൻ ഞാൻ കണ്ടില്ലായിരുന്നടാ, സോറിടാ, ഐ ആം ദി സോറി. നീ ഇത്രയ്ക്കും നന്മയുള്ളവനായിരുന്നു, അറിഞ്ഞില്ല ഞാൻ. ആ കുഞ്ഞുങ്ങളെ ഭാവി പുറത്ത് നിനക്കൊരു വിഷമമുണ്ടല്ലോ. ഓ സമാധാനം. ഇതെന്തുവായി നീ? രാമായണം പറയാറുണ്ടല്ലോ, ആ മക്കളെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതിനൊന്നും സമയമില്ലല്ലോ. ഇതിന് തരം താഴ്ന്നു പോകരുത് മനുഷ്യൻ. സത്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി കോമാളി വേഷം കെട്ടാം, പക്ഷെ ജീവിക്കുന്നതേ കോമാളിയായിട്ട് ഒരു വേഷമായിട്ടും അതൊരു സ്വന്തം ഏതാക്കി തെളിച്ചു പറ. നീ വലിയ കൊട്ടേഷൻ അടിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ അപരാധങ്ങളും ആ പെണ്ണിനെയും പറഞ്ഞ് ആ കുടുംബത്തെയും പറഞ്ഞ് അങ്ങ് തറ പറ്റിച്ച് മോശമാക്കി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ടെന്നൊക്കെ അറിയാം മക്കളെ, നല്ല വൃത്തിയാണ് അറിയാം. നീ പറയുന്നിടത്തോളം കിടന്നങ്ങ് പറ. ഇപ്പം നിനക്ക് കിട്ടിയ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ, ഇപ്പം നല്ല റീച്ചാവും. അതിൽ നിന്നും കിട്ടുന്ന നീ മേടിച്ച് പുട്ടടിച്ചോ. അപ്പം നിനക്ക് ആ രേണുവിൻ്റെ മക്കളെക്കുറിച്ച് ഓർത്ത് ഇത്രയും സങ്കടവും സഹതാപവും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നീ ഇത്രയ്ക്കും നന്മയുള്ളവനായിരുന്നു. ഓ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. എന്തോരം നന്മ വരം. എന്തായാലും അത്യാവശ്യമൊക്കെ വടക്കുകളായിരിക്കും അല്ല പറയടാ, നീ കൂടുതൽ പറ. നിന്റെ അതെന്താ അങ്ങനെ പറയാത്ത? നീ കൂടുതൽ പറ. കാരണം നീ പറയുന്നത് കേൾക്കാൻ ലോകത്തുള്ള ആൾക്കാരെല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നല്ലേ പറഞ്ഞത്. പറ, മൊത്തം പറഞ്ഞിട്ട് പോയാൽ മതി. പറ. ദുബായ് ആദ്യമായിട്ട് കണ്ടു, ഇപ്പൊ മറ്റേ ഏതോ
പുറകിലാണെന്ന് തോന്നുന്നു. ലാലേട്ടന് അവസരം അമേരിക്കയിലോട്ട് പോകാൻ കിട്ടുമ്പോ ശ്രീനിവാസൻ അവന്റെ ചെരുപ്പ് വരെ കഴുകി കൊടുക്കുന്ന ഒരു അവസ്ഥ. ദുബായിലോട്ട് പോ ഒട്ടും അസൂയല്ലല്ലേ പൊന്നു മോനെ നിന്റെ ഈ വാക്കിലും പ്രവൃത്തിയിലും ഫേസിലും. അവസരം കിട്ടിയപ്പോ എന്ത് പട്ട് പഴിയും ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കുരിഞ്ഞിറങ്ങിയതുപോലെ മനുഷ്യന്മാര് തരം താഴെ. അതിലേ പ്രമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് രേണുസുതി പോയിരിക്കുന്നത്. അല്ലാതെ അവിടെ കൊണ്ടുചെന്ന് അവളെ പ്രദർശന വസ്തുവായിട്ട് ചില്ലുകൂട്ടിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവളുടെ ഫാമിലി റെസ്റ്റോറൻറ്റ് കം ബാറാണ്, രണ്ടും കൂടി ചേർന്നതാണ്. അവിടെ അന്തസ്സുള്ള ഫാമിലി വരുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അവിടുത്തെ കുറേ ഫോട്ടോസും ഒക്കെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്, അതിനോടൊപ്പം തന്നെ ബാറും. അപ്പം ഓരോ ഭാഗം ഇപ്പം ഫുഡിൻ്റെത് പ്രൊമോഷനുണ്ട്, അവരുടെ അതെന്തോ പറയുന്ന കാന്താരിക്കള്ള്, എന്തോ നെല്ലിക്ക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ പ്രൊമോഷനാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ ഈ ബാർ ഡാൻസ് എന്നൊക്കെ നീ ഇത്ര തരം താഴ്ച പറയാൻ പറ്റുന്നത്? ബാർ ഡാൻസ് എന്ന് പറയുന്നത് എന്തോ നിനക്കൊക്കെ അറിയാമോ? ബാർ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? സിനിമ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ബാർ ഡാൻസ് എന്ന് പറഞ്ഞാൽ ആ രീതിക്കുള്ള കോസ്റ്റ്യൂം ഇട്ട് ആ ഒരു രീതിയിലൊക്കെ പോകുന്നതാണ് ബാർ ഡാൻസ് എന്ന് പറയുന്നത്. ഇത് അവൾ പോയിരിക്കുന്നത് എന്തോത്തിനാന്ന് അറിയാമല്ലോ. പിന്നെ അവിടെ കൊണ്ടുചെന്ന് കണ്ണാടിക്കൂട്ടിൽ ഇട്ട് വെച്ചുകൊണ്ട് ഇരിക്കാനല്ല അവളെ കൊണ്ടുപോയിരിക്കുന്നത്, പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരുടെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൊമോഷൻ അവൾ കൊടുക്കണം. അതാ എനിക്കും പറയാനുള്ളത്. മനുഷ്യന്മാർ തരം താഴ്ന്നതിന് ഒരു പരിധിയുണ്ട്. നീ കുറച്ചൊക്കെ ഒതുങ്ങ്. എന്തായാലും നീ എന്നെ പറഞ്ഞല്ലോ, അയ്യോ ഇനി ഞാൻ രേണുസുതിയെ വെച്ച് ഒന്നും ചെയ്യുന്നില്ലേ, ഒന്നും എടുക്കുന്നില്ലേ എന്ന്. കാറ് വാഗ്ദാനം ചെയ്ത ആൾ കാറ് അങ്ങ് പിന്മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു സ്വസ്ഥത അടക്കം ഒന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും വന്ന് കാണും, പറഞ്ഞതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതെടുത്ത് തരാമെന്ന്. അതുകൊണ്ടാണ് വീണ്ടും രേണുസുതിയെ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കും അതാ പറയണം, ഇത്ര ചീപ്പാവരുത്. ഓ, നിന്റെ കാര്യത്തിലും വളരെ ശോചനീയ അവസ്ഥയാണ്. നമ്മൾ ഒരാണാണെങ്കിൽ ഒരു വാക്കിനൊരു വില വേണം. അതിപ്പോൾ റീച്ച് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടല്ല ആ വാക്കിന് വില കളയുന്നവനാണായിട്ട് ആരംഗീകരിക്കും? ആ, കാറി തുപ്പാൻ തോന്നുന്നെങ്കിൽ മോൻ കണ്ണാട്ട് മുമ്പിൽ ചെന്നിട്ട് അങ്ങ് കാറി തുപ്പ്. നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ പറ്റും? അങ്ങനെ എന്തെങ്കിലും പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ അന്നേ. പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ ദുബായിലോട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നാറി നത്തം കൊട്ടി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ബാറിൽ പോയിട്ട് പ്രമോഷൻ, അത് മറ്റേ കുറെ പേര് ഫ്രണ്ടി ഇരിക്കണം, അതിന്റെ മുന്നിൽ കോമാളിയായിട്ട് ഡാൻസ് കളിച്ച് കാണിക്കുക, വെറും കോമാളി. ഞാൻ ഒറ്റ വാക്യം, അതിൽ നിനക്ക് ഇത്ര വിഷമം എന്തൊരു? അതിൽ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ? അവർ എങ്ങനെ പോയാലും ഏത് വഴിയെ പോയാലും അതിലെന്താ? ഞാൻ അത് സംശയം ചോദിക്കട്ടെ, രേണുസുതി എന്ത് ചെയ്താലും കുറ്റം, എവിടെ പോയാലും കുറ്റം, പിന്നെ എന്ത് പറഞ്ഞാലും കുറ്റം. അങ്ങനത്തെ നമ്മളുടെ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് തെണ്ണം വരത്തുള്ളൂ. നിന്റെ ആരും അല്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവൾ ജീവിക്കട്ടെ, അതിന് അവനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൾക്ക് ശരിയെന്ന് തോന്നിയാണ് അവൾ ചെയ്യുന്നത്. അതിപ്പോൾ നിനക്കോ എനിക്കോ പിടിച്ച് കെട്ടിവെക്കാനൊന്നും പറ്റത്തില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നിനക്ക് ഇത്ര തെണ്ണുണ്ടാവേണ്ട പൊള്ളേണ്ട കാര്യമില്ല. നീ വലിയ മാലിന്യൊന്നും അല്ലല്ലോ. തുടക്കം മുതലേ അവളെ നല്ല രീതിയിൽ പറഞ്ഞ് ശാസിച്ച് അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊരുത്തരൊന്നും അല്ലല്ലോ. തുടക്കം മുതലേ നിന്റെ നിലനിൽപ്പിനും നിന്റെ ഒരു ഉയർച്ചയ്ക്കും വേണ്ടി അന്ന് തൊട്ടേ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയല്ലേ. ഇപ്പം നീ കൂടുതൽ സഹതാപം ഇങ്ങോട്ട് എടുക്കുന്നില്ല സഹതാപം കേട്ടോ. അവർക്കറിയാം അവരെ നോക്കാൻ എങ്ങനെയാണെന്ന്, അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. കൊച്ചൊന്നുമല്ല അവള്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഒരു പ്രൊമോഷന് പോകുമ്പോഴത്തേക്ക് പിന്നെ ചുമ്മാ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ചില്ലുകൂട്ടിയിട്ട് ഇങ്ങനെ ബൊമ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. എൻ്റെ പൊന്ന്, കുറേ സദാചാര അമ്മാവെന്നൊക്കെ അവാർഡ് തരണം. സദാചാര കമ്മിറ്റി മെമ്പർഷിപ്പ് വിളിച്ചു കൂട്ടിയിട്ട് ഫസ്റ്റ് അവാർഡ് നിനക്ക് തന്നെ തരണം. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, കാണിക്കുന്നതൊന്ന്, ഒന്നിനും ഒരു ചേരില്ല. നോക്ക്, യെസ്, അത് തന്നെയാണ് അതിലെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്നാലും നീ ആയിട്ട് ക്യാപ്ഷൻ, നിനക്കൊരു നീ പറഞ്ഞല്ലോടാ കൃതപ്പം വളർന്നിങ്ങോട്ട് ഒരു പോകുമ്പോൾ നാളെ നിൻ്റെ അമ്മ ബാർ ഡാൻസ് ആയിരുന്നോ എന്ന് ചോദിക്കുമെന്ന് നീ എന്തായാലും അന്തസ്സായിട്ട് ചോദിച്ചല്ലേ. നീ എന്തോ ക്യാപ്ഷൻ ഇട്ട് വെച്ചിരിക്കുന്നത് അതിനകത്ത്? ഗൾഫിൽ ബാർ ഡാൻസ് പോലീസ് പൊക്കിയെന്ന്. എവിടെയാണ് പൊക്കിയത്? അതും കൂടെ ഒന്ന് ഇടാത്ത എന്ത്? ഷുവർ
നോക്ക്. അതേ എനിക്കും പറയാനുള്ളൂ നിൻ്റെ അടുത്ത്. പറഞ്ഞ ബിവറാജ്. വേറെ ഒന്നും പറയാനില്ല. എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളത് നമ്മൾ ഈ കയ്യും കാലും ഇട്ട് അടിക്കുന്ന ഒരു സമയം വരും. അന്നേരം കിടന്ന് നമ്മൾ പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പം ചോരത്തിളപ്പിൽ അതും ഇതുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങ് റീച്ച് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത. അത് നീ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. ഓക്കെ? ഞാൻ ഇവിടെ നിന്ന് ആവശ്യം പോയി ഡാൻസ് നിമിഷമാണ്. എനിക്ക് വലിയ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ. സോ ഹാപ്പി. ഞാൻ ഇവിടെ പാപ്പിലോണുണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ നീ വരിക. ഞാൻ 10-ാം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ പാപ്പിലോണിൽ. ഓക്കെ? വേറെ ഉള്ള പാപ്പിലോട് ഞാനുണ്ട്. നിങ്ങൾ എന്നെ വന്ന് കാണണം. ഓക്കെ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പോലീസ് പൊക്കിയോളാണ് അങ്ങനെ സംസാരിക്കുന്നത്. എനിക്കത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നത്. സോ താങ്ക് യു. എന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഒത്തിരി താങ്ക്സ്. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുധിയാണ്. അപ്പം കണ്ടിട്ടും മതിയാവുന്നില്ലേ നിനക്ക്? മനുഷ്യരുടെ ഇങ്ങനെ ഈ ഉണ്ടാവും പറയുന്നത് കുട്ടികളെ കാണാൻ ഡ്രാമയിലോട്ട് പോകില്ലേ? എനിക്ക് അറിഞ്ഞാൽ ആ കുട്ടികളെ കൺട്രോമേലിട്ട് പോകണം. അവിടെ നിന്ന് ഒരു കോള് ചെയ്യാം, വീഡിയോ കോള് വിളിക്കാം, സാധാ കോള് വിളിക്കാം. ആ എന്നടാവേ നീ എന്താ കണ്ണട ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത്? ആ അതെ അതെ, അത് ശരിയാ, അത് ശരിയാ. ഇത്രയും നാൾ ഒരു രേണുസുതി എന്ന് പറയുന്ന ഒരെണ്ണത്തിന് വിറ്റ് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചതാണോ? ഇല്ലല്ലോ. അപ്പം അത്രയ്ക്കുണ്ട് അവളെ റേഞ്ച്. അത് മാത്രം മനസ്സിലാക്കിക്കോ. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ അവൾ കാണിച്ചാലേ നിങ്ങളെപ്പോലുള്ളവർക്ക് വീഡിയോ എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം നീ ചോദിക്കും ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. നീയൊക്കെ നിർത്തിയാൽ എനിക്ക് നിന്നെയൊന്നും കയറി ചൊറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു 10 പേര് ഒരുമിച്ച് കല്ലെറിയുമ്പോഴത്തേക്ക് ഒരാളെങ്കിലും ഒന്ന് എതിർത്ത് നിൽക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടാ. അതിന് ഞാൻ കാണിക്കുന്നതിനകത്ത്, ഞാൻ പറയുന്നതിനകത്ത്, പ്രവർത്തിക്കുന്നതിനകത്ത് അതിലൊരു ചെറിയ സത്യവും നന്മയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെയൊക്കെ പ്രതികരിക്കുന്നത്, മെൻഷൻ വിട്ട് വീഡിയോ ചെയ്യുന്നത്. കൊള്ളാം. അവര് മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. ഒരു കോമാളി കണക്കിന് കൊണ്ട് നിർത്തി ഒരു ഡാൻസും കളിപ്പിച്ച് വിട്ട് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശുദ്ധമൊന്നും മനുഷ്യരുടെ ഇങ്ങനെ ഈ തറപ്പറ്റ മനുഷ്യർക്ക് സാധിക്കും. അതെ, അത് കണ്ടോണ്ടിരിക്കുക ഇപ്പം. ഓ പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേരോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടു. രേണുസുധിയാണല്ലോ റീച്ചിൻ്റെ ആള്. അതെ തട്ടിക്കോട്ടെ, അതെ, എനിക്കൊരു വിഷയമില്ല. രേണുസുതി തന്നെയാണ് റീച്ച്. നീ അത് മുൻപ് ഇങ്ങനെ ആക്കിയ ആ അതെ അതെ, അത് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അവളങ്ങനെ ചെയ്തോട്ടെ, നീ വീഡിയോ ഇട്. നീ നന്നാക്കാനൊന്നും പോകണ്ട. നീ കൂടുതൽ ഭയങ്കര പുണ്യാളനൊന്നും അവയൊന്നും വേണ്ട. റീച്ചിന് വേണ്ടി തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ അവളുടെ ഭാഗത്തുനിന്ന് വന്നാലല്ലേ നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്നാലേ റീച്ച് കിട്ടൂ. അപ്പം അതുകൊണ്ട് വലിയ കുലസ്ത്രനൊന്നും ആവണ്ട. കുലസ്ത്രീ എന്ന് പറയുന്ന കണക്ക് കുലസ്ത്രനൊന്നും ആവണ്ടേ. അപ്പോൾ മോൻ അവിടെ അങ്ങ് അടങ്ങിയിരി. കൂടുതൽ അങ്ങ് വെളുപ്പിച്ചു നീ അങ്ങ് നന്മ വരോ ആവണ്ട കേട്ടോ. അപ്പം ശരി. അത് കണക്ക് തന്നെ ഡാനി സത്യേനെ ഇട്ടത്. അവൻ ഇട്ട വീഡിയോയ്ക്കകത്ത് കുറച്ച് മാന്യതയുണ്ട്, അത് വേറെ. എങ്കിലും അവനിട്ട ക്യാപ്ഷൻ രേണുസുതി അടിച്ച് ഫിറ്റായി ഹോസ്പിറ്റലിലെന്ന്. അയ്യോടാ. പിന്നെ വേറെ ഒരുത്തിനിട്ടിരിക്കുന്നു, രേണുസുതി ഇനി കേരളത്തിലോട്ടില്ല. ഞെട്ടിക്കുന്ന വാർത്തയൊന്നും അവനവിടെ ഞെട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. വേറെ ആരും ഇവിടെ ഞെട്ടാൻ പോണേന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നെ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് തന്നെ ഈ രാത്രി ഇരുന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ? അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.